വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 30 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോർമലി ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നത് ഇംപ്ലാന്റേഷൻ ക്രാംസ്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്, നടുവേദന, പെൽവിക് പെയിൻ, ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ പറയുന്നത് അല്ലേ. എന്നാൽ ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഓവുലേഷൻ കഴിഞ്ഞിട്ട് 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും ആദ്യത്തെ ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് പറയുകയാണ്. നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ടെലിഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തായി കാണുന്ന ജോയിൻ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് ജോയിൻ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത് 89 രൂപയ്ക്കും 159 രൂപയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം, അത് മെസ്സേജ് ഇട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വോയിസ് ചാറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട്സോ ഷെയർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ഫെസിലിറ്റി എടുക്കാവുന്നതാണ്. ടെലിഗ്രാം അക്കൗണ്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ചാനൽ കയറി വിസിറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലൂടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് പോകാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം: ടെലിഗ്രാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഇതിലുള്ള മറ്റുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് സേഫ് ആണ്. അതായത് എൻ്റെ നമ്പർ നിങ്ങൾക്കോ നിങ്ങളുടെ നമ്പർ എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ വേറെ ആർക്കോ എത്തുന്ന തരത്തിലുള്ള ഒന്നും ആയിരിക്കില്ല ഈ ടെലിഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ സെക്യൂർ ആയിരിക്കും. അതുകൊണ്ടാണ് ടെലിഗ്രാം എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് ഞാൻ കടന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് കോണ്ടാക്റ്റിന് ശേഷം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു മാറ്റത്തിനെ പറ്റിയിട്ടാണ്. യൂഷ്വലി ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് വരുന്നത് അതിനേക്കാളും ഒരു 4 to 5 ഡേയ്സ് മുൻപാണ് കോണ്ടാക്റ്റിൻ്റെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ 28 ദിവസം കൂടുമ്പോഴാണ് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നതെങ്കിൽ പീരിയഡ്സിൻ്റെ ഒരു 10ാമത്തെ ദിവസം മുതൽ 14ാമത്തെ ദിവസം വരെയാണ് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ചാൻസസ് ഉള്ള സമയം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്ത് തുടങ്ങേണ്ടത് ഓവുലേഷൻ ആകുന്നതിനേക്കാളും ഒരു 4 ഡേയ്സ് മുൻപാണ്. അതായത് പീരിയഡ്സിൻ്റെ 10ാമത്തെ ദിവസം മുതൽ 14ാമത്തെ ദിവസം വരെയും നമ്മൾ മസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ശേഷം 14ാമത്തെ ദിവസം മുതൽ 16ാമത്തെ ദിവസം വരെ നമ്മൾ ഈ ഒരു കോണ്ടാക്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സ്പേം സെൽസ് 4 to 5 ഡേയ്സ് വരെ നിലനിൽക്കും. എന്നാൽ നമ്മുടെ എഗ്ഗ് ശരീരത്തിൽ 24 അവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 24 അവേഴ്സിന് ശേഷം ഇത് ബോഡി തന്നെ അബ്സോർബ് ആയിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓവുലേഷൻ ഡേറ്റിനേക്കാളും മുൻപ് മുതൽക്ക് തന്നെ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്നാണ് നിങ്ങളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റ് എന്ന് വിചാരിക്കുക. 14th ഡേ ഓഫ് പീരിയഡ്സ് ഓർ 16th ഡേ ഓഫ് പീരിയഡ്സ്. ഇന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് തന്നെ എഴുന്നേൽക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ശേഷം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ 2 തവണയെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഫെർട്ടൈൽ ടൈം പീരീഡിൽ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു. ഒരു തവണ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ലീക്കേജിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ലീക്കേജ് ആയിരിക്കും സെയിം ഓവുലേഷൻ ഡേറ്റിൽ തന്നെ രാത്രി സമയത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആകുന്നത്. ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ചെറുതായിട്ടുള്ള ലീക്കേജ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഴുവനായിട്ടും പോകുന്നത് സ്പേം സെൽസ് ആയിരിക്കില്ല. നേരെ മറിച്ച് നമ്മുടെ വൈ ഡിസ്ചാർജ്, പുരുഷൻ്റെ സ്പേം സെൽസ്, ഇതെല്ലാം കൂടി തമ്മിൽ മിക്സ് ആയിട്ട് വന്നിട്ടാണ് നമുക്ക് ആ ഒരു വൈ ഡിസ്ചാർജ് കൂടുതലായിട്ട് പോകുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഗ് അപ്പ് ദ വോൾ പോസിലോ അല്ലെങ്കിൽ നോർമലി നമ്മളെ ബെഡിൽ നേരെ നിവർന്ന് കിടക്കാനായിട്ടും പലർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഈ എല്ലാ ടിപ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടും നിങ്ങൾ
പ്രഗ്നൻ്റ് ആണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മണിക്കൂറുകളിലോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ലീക്കേജ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ പറഞ്ഞ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ വിത്തിൻ അവേഴ്സ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലീക്കേജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് നമുക്കിനി നോക്കാം. നോർമലി നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ എഗ്ഗ് ഉള്ള സമയത്താണ് നിങ്ങൾക്ക് കോണ്ടാക്ട് വരുന്നതെങ്കിൽ വിത്തിൻ 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീജസങ്കലനം. അത് 30 മിനിറ്റിനകത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നടന്നിരിക്കും. ഈ 30 മിനിറ്റിലെ ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സിഗ്നൽ കൊടുക്കും, ബീജസങ്കലനമായിട്ടുണ്ട്, ശരീരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ നടക്കണം, സെർവിക്സ് ക്ലോസ്ഡ് ആകണം, ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിനകത്തേക്ക് കടക്കുന്നതിൽ നിന്ന് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യണം. ഈ ഒരു സിഗ്നൽ നമ്മുടെ ബോഡി കൊടുക്കുന്നത് കൊണ്ട് സെർവിക്സ് അവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ക്ലോസ്ഡ് സെർവിക്സ് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ലീക്കേജസ് നമുക്ക് ഉണ്ടാകുന്നു. കാരണം ശരീരത്തിനകത്തേക്ക് മറ്റുള്ള ബാക്ടീരിയാസോ ഇൻഫെക്ഷൻസോ ഒന്നും കടക്കാൻ തന്നെ സെർവിക്സ് സമ്മതിക്കാത്തത് കൊണ്ട് സെർവിക്സ് നന്നായിട്ട് ക്ലോസ്ഡ് ആകുന്നു. ക്ലോസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ചാർജും ലീക്കേജും കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുകൊണ്ടാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ലീക്കേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി സെർവിക്സിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾക്ക് സെർവിക്സിന്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സെർവിക്സ് ഹൈ ആവുകയും അതുപോലെ തന്നെ സെർവിക്സിന്റെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. ക്ലോസ്ഡ് സെർവിക്സ് ആകുന്ന സമയത്ത് നമ്മുടെ നോസ് ടിപ്പ് പോലെ നമ്മുടെ മൂക്കിന് അറ്റത്ത് നമ്മൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർഡ്നെസ് ഉണ്ടാവുമല്ലോ, ഇതേ ഫീലിംഗ് തന്നെ നിങ്ങൾക്ക് സെർവിക്സിന്റെ ഭാഗത്ത് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെർവിക്സിന്റെ പൊസിഷൻ ഹൈ ആവുകയും ചെയ്യുന്നു. മറ്റൊരു മാറ്റം സെർവിക്സിൽ ഉണ്ടാകുന്നത് മ്യൂക്കസ് പ്ലഗ് ആണ്. നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും ഒക്കെ കടക്കാതിരിക്കാനും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ സെർവിക്സ് തന്നെ പ്രൊഡ്യൂസ് ആക്കുന്ന ഒരു ലെയറാണ്, വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഒരു ലെയറാണ് ഈ മ്യൂക്കസ് പ്ലഗ് എന്ന് പറയുന്നത്. ഇത് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും നിങ്ങൾ ഡെലിവറി ഡേറ്റിനോട് അടുക്കുന്ന സമയത്ത് ഈ മ്യൂക്കസ് പ്ലഗിൻ്റെ റിലീസ് ശരീരത്തിൽ ഉണ്ടാവുകയും ഡെലിവറി നടക്കുകയുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ ഒരു ലക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല കേട്ടോ. ചില ആളുകളുടെ ശരീരത്തിലെ വജൈനയുടെ അകത്ത് വെച്ചിട്ട് തന്നെ കുറച്ചധികം സ്പേം സെൽസ് അവിടെ വെച്ചിട്ട് തന്നെ നശിച്ചു പോകുന്നുണ്ട്, പുറത്തേക്ക് തിരിച്ചിറങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിറങ്ങി വരുന്നതിൻ്റെ തോത് കുറവായതുകൊണ്ട് ഏർലി സ്റ്റേജിൽ ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് ഈ ഒരു ലക്ഷണം കണ്ടിട്ടില്ലെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടാവില്ല, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷണം കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കെയർ ബോഡിക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള ടയർഡ്നെസ്, ഹാർട്ട് ബേൺ, അതുപോലെ അസിഡിറ്റി, പിന്നെ ബാക്കിയുള്ള ക്ഷീണം, തലകറക്കം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു കേട്ടോ. അതുകൊണ്ട് ആ ലക്ഷണങ്ങൾ വരാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കുന്നത് കൊണ്ട് അത്രയും സമയം വരെ നിങ്ങൾ ശരീരം നല്ലോണം ശ്രദ്ധിച്ചോളാം. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ട് 14th ഡേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു, 14th ഡേ മോർണിംഗിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു, അഗൈൻ 14th ഡേ നൈറ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ നൈറ്റിൽ കൂടുതൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് പുറത്തേക്ക് വരുമ്പോഴേക്കും അയ്യോ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കാണുമോ, ഇനി കോണ്ടാക്ട് ചെയ്യണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ ഡിസ്ചാർജ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കില്ല വരുന്നത്, നോർമലി ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്തും അതിന് തൊട്ടടുത്തുള്ള 2 ദിവസങ്ങളിലും കൂടി കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓവുലേഷൻ നടക്കുന്ന ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമുണ്ടല്ലോ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം മുതലുള്ള സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്, 6 to 12 ഡേയ്സ് വരെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ചില ആളുകൾക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നതിനും നേരത്തെ തന്നെ പീരിയഡ്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ സമയങ്ങളിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്താൽ മതി. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഒരു 6 ഡേയ്സ് വരെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്തിരിക്കണം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് കൂടുതലാണോ കുറവാണോ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതെനിക്ക് ഉണ്ടായില്ല
ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം പല സ്ത്രീകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാതിരുന്നിട്ടും സക്സസ് ആയിട്ട് പ്രഗ്നൻസി പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബോഡി നല്ലോണം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.